ബിസ്മില്ല. അസ്സലാമു അലൈക്കും. ഞാൻ റമീസ. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 സ്പൈസി സ്നാക്ക് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ റോളും മസാല പൊരിച്ച പത്തിരിയും. രണ്ടും ഒരേ ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ സ്നാക്സ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും പിന്നെ ചതച്ചെടുത്തിട്ടുള്ള കുറച്ച് വറ്റൽമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചിക്കനിൽ അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അത്ര എരിവ് ഇഷ്ടമില്ലെങ്കിൽ ഇതൊന്ന് ചതച്ച മുളക് ഒഴിവാക്കുക, അല്ലെങ്കിൽ മുളക് പൊടിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. ഞാനിത് 1/2 ടീസ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ ഒരു 1/4 കപ്പ് നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നമ്മളെ മാവ് റെഡിയായി കിട്ടില്ല. നമ്മൾ ഈസ്റ്റ് പഴയതായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പെർഫെക്റ്റായി കിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നേരിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കുകയാണ്. നമുക്കൊരു 1.5 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കൈയൊക്കെ നനച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കല്ലോ, അതേപോലെ തന്നെ അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുക്കുകയാണ്. ഒരു നനഞ്ഞ തുണി കൊണ്ട് കൂടെ മൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ കായം തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ, അതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനിയിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള പീസസ് ആണെങ്കിൽ മൂടി വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 2 വലിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞെടുത്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് താളിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് താളി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കട്ട് ചെയ്ത കുറച്ച് വലുപ്പം കൂടുതലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പൊരിക്കുന്നതിന് മുന്നേ തന്നെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം പൊരിച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളെ ഫില്ലിങ് റെഡി. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി ഷേപ്പ് ചെയ്ത് തുടങ്ങാം. നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഈ ചിക്കൻ റോൾ ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. നമ്മൾ വല്ലാതെ വലുപ്പത്തിൽ ഉണ്ടാക്കിയാൽ ഇത് പൊരിച്ചെടുക്കാൻ കുറച്ചധികം എണ്ണ തന്നെ വേണ്ടി വരും. അപ്പോൾ ഞാനിത് ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. പരത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങോട്ട് പരത്തിയെടുക്കാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് നേരിയതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്നെസ്സിൽ പരത്തിയെടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് പൊരിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ പുറമെ ഇങ്ങനെ വീർത്ത് വരും. ഇപ്പോൾ നല്ലൊരു ബ്രെഡിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി ഒട്ടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചുറ്റും ഒന്ന് കുറച്ച് വെള്ളം അങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 2 സൈഡിൽ നിന്നും മിഡിലേക്ക് ഇതുപോലെ അങ്ങോട്ട് മടക്കി കൊടുത്ത് ഇതുപോലെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം അങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു ക്രിസ്പി കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മുട്ട വേണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കിയെടുത്ത് മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ ഈ ബ്രെഡ് ക്രംസ് കട്ട പിടിക്കുകയില്ല. ഇത് നമ്മളെ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്ന ആ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഇതങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിതാ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അത് അടുപ്പിച്ച് വെക്കേണ്ട, അതൊന്നും കൂടെ വീർത്ത് വരും. നമുക്ക് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് കൂടെ മൂടിക്കൊടുക്കാം. ഇനി നമ്മൾ പൊരിച്ച പത്തിരിയും കൂടെ കുറച്ച് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐക്കാർഡിലോ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്കൊരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ 2 കപ്പ് മൈദയും കൂടെ ചേർത്ത് ഒന്ന് പൊടി അങ്ങോട്ട് വാട്ടിയെടുക്കാം. ഇനി ഈ വാട്ടിയെടുത്ത മാവിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ട് ചൂടോടെ അങ്ങോട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കൈക്ക് വല്ലാതെ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തണുത്ത വെള്ളത്തിൽ കൈ നനച്ചെടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ആ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറുത്ത വെള്ളമോ അല്ലെങ്കിൽ കരിഞ്ജീരകമോ ചേർത്ത് കൊടുക്കണം. ഞാനത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കുകയാണ്. ഇനി ഇതാ വലിയൊരു ഉരുള മാവ് എടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലോ പലകയിലോ ഇവിടെ വെച്ച് പരത്തുന്നത് അവിടെ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ മാവ് വെച്ച് കൊടുക്കുക. മാവിൻ്റെ മേലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് അമർത്തിയിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുക. ഇനി ഇതാ ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പത്തിരികളായിട്ട് നമുക്ക് അങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതാ നമ്മളെ പത്തിരി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതാ പത്തിരി ഓരോന്ന് ഇട്ട് കൊടുക്കാം. പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ ചൂടായാലും നല്ലോണം ചൂട് നിൽക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്ലെയിം കുറച്ച് കൊടുക്കാം. നല്ല ചെറിയ തീയിലിട്ടിട്ട് സമയമെടുത്ത് പൊരിച്ചെടുത്താലേ ഇത് നല്ല ക്രിസ്പി ആയി കിട്ടുകയുള്ളൂ. പിന്നെ നമ്മളിത് പൊരിച്ച് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ വല്ലാതെ എണ്ണ പിടിക്കുകയില്ല. ഇനി നമ്മൾ ചിക്കൻ റോൾസ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അങ്ങനെ ചെയ്താൽ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഈ ബ്രെഡ് ക്രംസ് എണ്ണയിൽ അടിഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതില്ലാതെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതൊരു മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ചിക്കൻ റോൾസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ പൊരിച്ച പത്തിരി എങ്ങനെയാണ് മസാല പൊരിച്ച പത്തിരി ആക്കണമെന്ന് നോക്കിക്കോളി. ഒന്നുമില്ല, സിമ്പിളാണ്. ഇതിൻ്റെ മിഡിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മസാല അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ റോൾ ആക്കിയാൽ 2-3 പത്തിരിക്കുള്ള മസാലയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മളെ മസാല പൊരിച്ച പത്തിരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ചിക്കൻ റോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്രെഡ് കൊണ്ടും ചെയ്യാം കേട്ടോ. ഞാൻ ബ്രെഡ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡ് കൊണ്ട് റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രെഡിൻ്റെ അതേ ഫിനിഷിങ്ങും കിട്ടും. ആ ഒരു റെസിപ്പിക്ക് ഞാൻ വേറൊരു ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫില്ലിംഗ് വെച്ചിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി വീഡിയോസ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.